ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1670. ഇന്ന് ജൂലൈ മാസം 27-ാം തീയതി 209-ാമത്തെ ദിവസത്തിലെത്തി. വല്ലാത്തൊരു കെണിയും കൂടുമാണ് ഈ അവനവൻ എന്ന് പറയുന്നത്. അതെ, അവനവൻ കടമ്പയെ കുറിച്ച് തന്നെയാണ്. എങ്ങനെയാണ് വലിയ ആപത്തൊന്നും വരും മുമ്പേ നമുക്ക് ഈ കടമ്പ ഒന്ന് കുറുകെ കടക്കേണ്ടത്? അല്ല, ഇത് ഉറപ്പായും മറികടക്കേണ്ട ഒന്നാണെന്ന് പോലും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ എങ്ങനെയൊക്കെയോ ഇതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അവനവന്റെ അകത്ത് തറഞ്ഞും ഉറഞ്ഞും ഇരിക്കുകയാണ്. നമുക്കിടയിൽ മറിച്ച് പലതും വല്ലപ്പോഴും ആണെങ്കിലും സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നുമുണ്ട്, അറിഞ്ഞതായി നടിക്കുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മളെ വിട്ട് കടന്നുപോയൊരു വലിയ മനുഷ്യനെ ഈ വെറും 10 ദിവസത്തിനിടയിൽ നമ്മൾ എവിടെയോ വേഗം മറന്നുവെച്ച് കളഞ്ഞു, അല്ലേ? ഡോക്ടർ MS വല്യത്താനെ കുറിച്ചാണ്. മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്ലിത്താൻ. 90 വയസ്സിൽ കടന്നുപോയ അദ്ദേഹം പൊതുദർശനവും ഔദ്യോഗിക പരിവേഷങ്ങളും ബഹളങ്ങളും എല്ലാം ഒഴിവാക്കണമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. എന്താണ് താങ്കളുടെ ജീവിത ദർശനമെന്നൊരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ലക്ഷ്യമുണ്ടാവുക, അതിനായി മനസ്സ് മുഴുകി ആഹ്ലാദത്തോടെ പ്രവർത്തിക്കുക, ഒപ്പം സ്വയം വലിയ ഒരാളായി കരുതാതിരിക്കുക. ഞാനില്ലെങ്കിലും ഈ ലോകം മുമ്പോട്ട് പോകുമെന്ന് ഉറപ്പായി വിശ്വസിക്കുക. പോരെ, ആത്മകഥ പോലും എഴുതാതെയാണ് ആ കടന്നുപോക്കുന്നുകൂടി ഓർക്കുമ്പോൾ കുറെ കൂടി ആദരവ് വളരുന്നുണ്ട്. യേശു അങ്ങനെയാണ് ഈ അവനവൻ കടമ്പെ മറികടന്നത്. വിശുദ്ധന ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് നന്നായി തന്നെ അതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അവനവൻ കടമ്പെ കുരുങ്ങിപ്പോകാൻ. എന്നാൽ അവനെക്കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നുകൊണ്ടിരുന്നു. അവനോ, അതായത് യേശുവോ, നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണ് ഇത്തരം പുകഴ്ത്തലുകൾക്കും പ്രശംസകൾക്കുമൊക്കെ ഇടയിൽ രക്ഷപ്പെടുന്നത്? അവനവൻ കടമ്പയിലേക്ക് നമ്മളെ കുറച്ചും കൂടി ഒട്ടിച്ചു ചേർക്കുന്ന, ബന്ധിച്ചിടുന്ന ഐറ്റങ്ങളാണ് ഈ പുകഴ്ചയും പ്രശംസയും പുകഴ്ത്തലുകളും എല്ലാം. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ഒഴുക്കില് പെട്ടുപോകുക വളരെ സ്വാഭാവികമാണ്. മറികടക്കുക ആവട്ടെ അത്ര എളുപ്പമല്ല. അവിടെയായിരുന്നു യേശു എല്ലാത്തിൽ നിന്നും എപ്പോഴും ഒന്ന് വിട്ടുമാറി ഒരു ഏകാന്ത സ്ഥലത്തേക്ക് എത്തുക. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതെ, പ്രാർത്ഥിച്ചുകൊണ്ട്. ആമേൻ.